ഉണ്ട് ഓപ്പണിംഗ് സീനിൽ ബിഗ് മോം അവളാണെങ്കിൽ മാർക്കോയെ അങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവളുടെ മകൻ പരസ്പരയോട് വിളിച്ചു പറയും, ഇവൻ ഇനി ഒരു കാരണവശാൽ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. എന്നെ അപമാനിച്ച ഇവനെ ഇവിടെ വെച്ച് കൊന്നു കളയണം. ഇവൻ ഒരു കാരണവശാലും ലൂഫിയായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്ത് എഡോയെ നശിപ്പിക്കാനായിട്ട് പാടില്ല. അത് കേൾക്കേണ്ട താമസം പരസ്പരമാണെങ്കിൽ അമ്പും വില്ലും ഒക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ദൂരത്തായിട്ട് അരറ്റു പെണ്ണ് അവളാണെങ്കിൽ പരസ്പരമായി കണ്ട് അങ്ങനെ പല്ല് കടിക്കുകയാണ്. കാരണം അവളുടെ മാസ്റ്റർ പെട്രോ ആള് കൊല്ലപ്പെടാൻ കാരണക്കാരൻ ഈ പരസ്പരമാണ്. കാരണവശാലും ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ഫുൾ മൂണിലേക്ക് നോക്കും. അടുത്ത നിമിഷം അവൾ പതിയെ പതിയെ സുലോങ് ആയിട്ട് മാറുകയാണ്. പക്ഷെ അവളുടെ മനസ്സിൽ ആരോ ഇരുന്ന് ഇതല്ല അവളുടെ ടൈം എന്ന് പറയുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യും. അടുത്ത നിമിഷം വാണ്ടയാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, നമ്മുടെ ലക്ഷ്യം ഇതല്ല, നിന്റെ ടൈം ഇതല്ല. സോ നീ സുലോങ് ആയി മാറേണ്ടത് നമ്മുടെ ലക്ഷ്യം നിറവേറ്റേണ്ട ആ പെർഫെക്റ്റ് ടൈമിലാണെന്ന് പറയും. അത് കേട്ട് ക്യാരറ്റും ഇപ്പൊ പതിയെ നോർമലായി മാറുകയാണ്. ക്യാരറ്റ് ആണെങ്കിൽ തീർത്ത് പറയും, എനിക്ക് പരസ്പരമായി വെറുതെ വിടാനായിട്ട് കഴിയില്ല. എന്റെ മാസ്റ്ററെ കൊന്നവൻ അത് അവനാണ്. അതിന് വാണ്ട അവളോട് പറയും, മാസ്റ്റർ പെട്രോ ആളുടെ കറക്റ്റ് സമയത്താണ് ഓരോ കാര്യവും ചെയ്തത്. മാത്രമല്ല പരസ്പരമായി കൊല്ലുക എന്നതല്ല, മറിച്ച് ലൂഫിയൻ ടീമിനെ സേഫാക്കി അവിടുന്ന് പറഞ്ഞയക്കുക എന്നതായിരുന്നു മാസ്റ്റർ പെട്രോയുടെ ആ സമയത്തെ ലക്ഷ്യം. അത് അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തിട്ട് തന്നെയാണ് മരിച്ചത്. സോ ആഫ്റ്റർ ലൈഫിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള റിഗ്രറ്റ്സും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നീയും നിന്റെ ലക്ഷ്യം അത് കറക്റ്റായിട്ട് പൂർത്തീകരിക്കണം. ഇപ്പം നിന്റെ സമയമല്ല. ക്യാരറ്റിനാണെങ്കിൽ അപ്പോഴും ഒരുപാട് വിഷമം. അത് കണ്ട വാണ്ടയാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് രണ്ടുപേരും ആ ഫുൾ മൂണിലേക്ക് നോക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് അവർ രണ്ടുപേരും സുലോങ്സ് ആയി മാറി ഇപ്പോ പരസ്പരോട് അടുത്തേക്ക് എത്തും. പരസ്പരമാണെങ്കിൽ ആ നിമിഷം മാർക്കോയ്ക്ക് നേരെ അമ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ രണ്ട് പെൺപുലികളും ഇപ്പോ പരസ്പരോടെ തൊട്ടടുത്തെത്തി അവനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. അവരെ കണ്ട് പരസ്പരമാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി അവരെ തന്നെ നോക്കുകയാണ്. ഓൾറെഡി ക്യാരറ്റിനെ അവന് പരിചയമുണ്ട്. പക്ഷെ വാണ്ടയെ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. ക്യാരറ്റ് ആണെങ്കിൽ വാണ്ടയോട് പറയും, ഇവൻ തന്നെയാണ് പെട്രോയെ ഇല്ലാതാക്കിയത്. അത് കേട്ട് അവനാണെങ്കിൽ വിളിച്ചു പറയും, അയ്യോ അല്ല അല്ല, തന്നെയാണ് സ്വന്തമായിട്ട് ബോംബ് പൊട്ടിച്ച് മരിച്ചത്. ഞാൻ ആ ഗ്യാപ്പിൽ അവിടുന്ന് എസ്കേപ്പ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അത് കേട്ട് അവളാണെങ്കിൽ ഒരു സെക്കൻഡ് പഴയ കാര്യങ്ങൾ അതെല്ലാം ആലോചിക്കും. പെട്രോ അവസാനമായിട്ട് അവളോട് സംസാരിച്ചത്, ആ ബോംബ് പൊട്ടിച്ച് സെൽഫ് സാക്രിഫൈസ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവർ ആലോചിച്ച് നിൽക്കുന്ന ഗ്യാപ്പിൽ ബിഗ് മോം ആണെങ്കിൽ മാർക്കോയെ തൂക്കിയെടുത്ത് അവർക്ക് നേരെ വലിച്ചെറിയും. അവർ രണ്ടുപേരും കറക്റ്റായിട്ട് മാർക്കോയെ ക്യാച്ച് ചെയ്ത് താഴെ ഇറക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ഉഷാറായിട്ട് മാർക്കോയോട് പറയും, എനിക്ക് പൊട്ട് സമയമില്ല, അകത്തേക്ക് പോയി എനിക്ക് വലിയൊരു ഫൈറ്റ് അത് നടത്താനുണ്ടെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകും. വാണ്ടയും ക്യാരറ്റും ആണെങ്കിൽ ഇപ്പൊ മാർക്കോയോട് ബിഗ് മോമിനെ നോക്കാനായിട്ട് പറയും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരയ്ക്ക് നേരെ ടേൺ ചെയ്യും. കട്ട് ചെയ്ത ഇജുവൺ ആണെങ്കിൽ ആൾട്ടിയെ കടിച്ച ആ ലയണിനെ ഞെട്ടിക്കാണ്. ഇടുകിട്ടി ലയൺ ആണെങ്കിൽ ഒരു ഭാഗത്തേക്ക് തെറിച്ചു പോവും. വയലറ്റ് പെണ്ണാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കും. ആപ്പിൾ ഉസോപ്പ് ആണെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും നാമി ഇപ്പൊ ആൾട്ടിയെയും പേജ് വണ്ണിനെയും വെല്ലുവിളിക്കുക. ഇത്രയും നേരവും കരഞ്ഞ് നിലവിളിച്ചവള് ഇപ്പൊ അവരെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. അവരാണെങ്കിൽ ഇപ്പൊ അവൾക്ക് നേരെ ടേൺ ചെയ്ത് നിൽക്കും. അതേസമയം പേജ് വൺ ആണെങ്കിൽ തൊട്ടു പുറകില് നമ്മുടെ ഉസോപ്പ് അവൻ പതിയെ രക്ഷപ്പെടുന്നത് കാണും. ഇട്ടിയുടെ ടേൺ ചെയ്ത പേജ് വൺ ആണെങ്കിൽ ഉസോപ്പിനെ ആഞ്ഞൊരു ഇട്ടി. ആ ഒരു ഇടിയിൽ ഉസോപ്പ് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകും. ഉസോപ്പ് ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് വന്ന് ഇപ്പൊ വയലറ്റ് പെണ്ണിന്റെ ടൈഗറിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ാണെങ്കിൽ ഓൾറെഡി അതിന്റെ മുതുകത്തുണ്ട്. അവൾ ഉസോപ്പിനോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ഉസോപ്പിനെ കൊണ്ടാണെങ്കിൽ ഒരക്ഷരം പോലും പറയാൻ കഴിയുന്നില്ല. അതിനുശേഷം നാമിയാണെങ്കിൽ വയലറ്റ് പെണ്ണിനോട് നിങ്ങൾ എങ്ങനെയാ ഇവിടേക്ക് എത്തിയെന്ന് ചോദിക്കും. അതിന് അവർ പറയും, ഞങ്ങൾക്കൊരു ചെറിയ ബോട്ട് കെട്ടി അതിലാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയത്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫ് അത് സേവ് ചെയ്യാൻ പറ്റിയതെന്ന് നാമി അവരോട് പറയും. മറ്റൊരു ഭാഗത്ത് പക്കൂണാണെങ്കിൽ ഇപ്പൊ പേജ് വണ്ണിനെയും ആൾട്ടിയെയും അറഞ്ച പുറഞ്ചാട്ടിക്കും. പെണ്ണാണെങ്കിൽ വക്കൗണിനോട് വിളിച്ചു പറയും, ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടുന്ന് രക്ഷപ്പെടും. അതിനുശേഷം നീയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അതിനെ നോക്കി കൈവീശി കാണിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കൈഡോടെ മകളെ കാണിക്കും. അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ എല്ലാം അവളുടെ പവർ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം അട്ടിക്കുകയാണ്. സോൾജേഴ്സിനാണെങ്കിൽ അവളുടെ പകുതിയുടെ പകുതി പവർ പോലും ഇല്ല. അവരെ കൊണ്ട് പറ്റും പോലെ ഷീൽഡ് എല്ലാം മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവളുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവളുടെ അടിക്ക് നല്ല ഫോഴ്സാണ്. ആ ഒരു അടിയിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടും. കുറെ അധികം പേർക്ക് പരുക്ക് പറ്റും. സസക്കി ആണെങ്കിൽ നിർത്താതെ നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാരണവശാലും അവളെ വെറുതെ വിടരുത്. എങ്ങനെയെങ്കിലും അവളെ ഡൈവേർട്ട് ചെയ്ത് ആ പൊടിപ്പയ്യൻ മൊമൻഡോസ്കി ഇല്ലാതാക്കണം. അവളെ കൊണ്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അനുവദിക്കരുത്. എത്രയും വേഗം അവനെ ഇല്ലാതാക്കുന്നോ അത്രയും വേഗം പ്രോബ്ലംസ് അതെല്ലാം തന്നെ സോൾവ് ആവുമെന്ന് പറയും. അത് കേട്ട് ആണെങ്കിൽ ഇപ്പൊ പീരങ്കികളൊക്കെ റെഡിയാക്കി മൊമൻഡോസ്കി നേരെ എയിം ചെയ്യാണ്.
കൈഡോടെ മകളാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവർ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അവൾ ഞൊട്ടിയ ഇടയിൽ അവിടേക്ക് പാഞ്ഞെത്തി മൊമൻറ്റോസ്കയും ഉണ്ടപ്പെണ്ണിനെയും രണ്ടുപേരെയും കവർ ചെയ്ത് പിടിക്കുകയാണ്. അവളുടെ മുതുകിലാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ബുള്ളറ്റ്സും വന്ന് ആഞ്ഞു പതിക്കും. വേദനയിൽ അവള് അധികം തല താഴ്ത്തും. മൊമൻറ്റോസ്കി ആണെങ്കിൽ അവളോട് ചോദിക്കും, നിന്നെ കൊണ്ട് ഇത് താങ്ങാനായിട്ട് കഴിയില്ല, പക്ഷെ ഇതെന്റെ വിധിയായിരിക്കും, ഇത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവളാണെങ്കിൽ തീർത്തു പറയും, എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു വരികയാണ്. അവളാണെങ്കിൽ ഉണ്ടപ്പെണ്ണിനോട് പറയും, നിനക്ക് കഴിയുമെങ്കിൽ മൊമൻറ്റോസ്കി രക്ഷിച്ച് നീ ഇവിടുന്ന് കൊണ്ടുപോകണം, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ മൊമൻറ്റോസ്കി ആണെങ്കിൽ തീർത്തു പറയും, ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ 3 പേരും ഒരുമിച്ചായിരിക്കും പോവുക, ഒരിക്കലും ഒരു സാമുറായും മറ്റുള്ളവരെ മരണത്തിന് മുൻപിലേക്ക് ഇട്ട് കൊടുക്കില്ല. സസക്കി ആണെങ്കിൽ ഇപ്പൊ അവന്റെ സ്ക്വാഡും എടുത്ത് അവൾക്ക് നേരെ വരികയാണ്. ഇത്രയും നേരവും ഞാൻ എല്ലാം സഹിച്ച് നിന്നു, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്, എനിക്കറിയാം നീ കൈഡോടെ മകളായതുകൊണ്ട് തന്നെ നിനക്ക് നല്ല പവർ ഉണ്ടാവുമെന്ന്, പക്ഷെ എങ്കിലും ഒരു പൊടി പെൺകുട്ടിയാണ്. സോ നിന്റെ തലയ്ക്ക് 2 കിഴുക്ക് തന്ന് നിന്നെ തൂക്കിയെടുത്ത് നിന്റെ പപ്പയുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവന്നിടും. ജീവനോട് കൂടെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൊല്ലാനും ഞാൻ തയ്യാറാണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അത്രയും നേരം ശ്വാസമൊക്കെ എടുത്ത് വലിച്ചു വിട്ട കൈഡോടെ മകള് ആണെങ്കിൽ അവളുടെ പവർ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് വലിയൊരു ഫയറായി അവളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവളുടെ ചുറ്റും നീല ഫ്ലെയിം അതങ്ങനെ കത്തി എരിയാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ ഫ്രാങ്കി അവൻ റോബോട്ട് രൂപത്തിൽ അവിടേക്ക് ചാടി വീഴുക. കൈഡോടെ മകളാണെങ്കിൽ ഓൾറെഡി ഫ്രാങ്കിയുടെ ഫോട്ടോ അത് കണ്ടിട്ടുണ്ട്. അവനും ലൂഫി ടീമിലെ ഒരു മെമ്പറാണെന്ന് അവൾക്കറിയാം. സോ അവനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ ഫ്രാങ്കിയുടെ തൊട്ടു പിന്നില് ആ ഒരു ചോച്ചോ വില്ലൻ, അവനാണെങ്കിൽ പ്രത്യേകിച്ച് ബ്രെയിൻ ഒന്നുമില്ല. മുമ്പിൽ കാണുന്ന എല്ലാവരെയും തല്ലിക്കൊന്ന് അവൻ നടന്നു വരും. അവനാണെങ്കിൽ അവിടേക്ക് വരേണ്ട താമസം കയ്യിലുണ്ടായിരുന്ന വലിയൊരു വെപ്പൻ ഉപയോഗിച്ച് നേലത്തൊരു ഒറ്റ അടി. ആ ഒരു അടിയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ആ ഒരു ഫ്ലോറിൽ ഇപ്പൊ വലിയൊരു ദ്വാരം അത് ക്രിയേറ്റ് ആവുകയാണ്. അവരുടെ മകളാണെങ്കിൽ മൊമൻറ്റോസ്കിയെയും ഉണ്ടപ്പെണ്ണിനെ ഫ്രാങ്കിയെ തൂക്കിയെടുത്ത് ആ ഒരു ദ്വാരത്തിലൂടെ താഴേക്ക് ചാടുകയാണ്. ആ സസക്കി വില്ലനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറയും, അവർ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, ഒരു കാരണവശാലും അവർ ഇവിടെ വിട്ട് പോകാൻ പാടില്ല, എത്രയും വേഗം അവർ റൗണ്ട് ചെയ്യും. ആണെങ്കിൽ കൈഡോടെ മകളോട് അവർ രണ്ടുപേരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയും. അവനാണെങ്കിൽ സസക്കി ആൻഡ് ടീമിന്റെ അടുത്തേക്ക് തിരികെ പോവാണ്. അവൾ ഓക്കെ പറഞ്ഞ് ഫ്രാങ്കിക്ക് ഒരു താങ്ക്സ് എന്ന വണ്ണം ആ ഒരു ജയന്റിനെ അവളുടെ പവർ ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തും. ആണെങ്കിൽ വലിയ ആശ്വാസം അവൻ ഫ്രാങ്കിക്ക് ഒരു തലവേദന തന്നെയായിരുന്നു. അതേസമയം സസക്കിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവന്റെ അസിസ്റ്റൻസ് ഓരോന്നായിട്ട് ഇപ്പൊ മരിച്ചു വീഴുകയാണ്. മാത്രമല്ല അവന്റെ എക്സ്പെക്ടേഷൻസിനെ കാറ്റിൽ പറത്തി കൈഡോടെ മകളും മൊമൻറ്റോസ്കിയും അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. സസക്കി ആണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയെ നോക്കും. അതിനുശേഷം അവന്റെ അസിസ്റ്റൻസിനോട് ഫ്രാങ്കിയെ തകർക്കാനായിട്ട് പറയും. താഴെ ലാൻഡ് ആയിട്ടുള്ള കൈഡോടെ മകളും മൊമൻറ്റോസ്കിയും ഉണ്ടപ്പെണ്ണും അവരാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് നോക്കുകയാണ്. സേഫായ ഒരു സ്ഥലം അതാണ് അവരുടെ ലക്ഷ്യം. കൈഡോടെ മകളാണെങ്കിൽ അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് ഓടും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.